ദേശീയഗാനത്തെ അപമാനിച്ചതിനെ ശക്തമായി എതിർത്ത് തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി. ദേശീയഗാനം ഒഴിവാക്കിയതോടെ നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേശീയഗാനത്തോട് അനാദരവ് കാണിച്ചതിനാലായിരുന്നു ഗവർണറുടെ പ്രതിഷേധം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, എന്താണ് ഉണ്ടായത്? ദേശീയഗാനത്തെ അപമാനിച്ചതിനെ ശക്തമായി എതിർക്കുകയാണ് തമിഴ്നാട് ഗവർണർ ആർ.എസ്. രവി. ദേശീയഗാനം ഒഴിവാക്കിയതോടെ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയില്ല. DMK സർക്കാർ ദേശീയഗാനത്തെ അപമാനിക്കുന്നുവെന്ന് പറഞ്ഞ് നയപ്രഖ്യാപനം നടത്താതെ ഗവർണർ ഇറങ്ങിപ്പോയി. വലിയ പ്രതിഷേധമാണ് ഗവർണർ അവിടെ നടത്തിയത്. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ജിഷ്ണു കൃഷ്ണനൊപ്പം ചേർന്നു. ജിഷ്ണു, എന്താണ് ഉണ്ടായത്? കൃഷ്ണാജ്, നിയമസഭ ആരംഭിക്കുമ്പോൾ ദേശീയ ഗാനത്തിന് പകരം തമിഴ് തായ് വാഴ്ത്തോടു കൂടിയാണ് തമിഴ്നാടിൻ്റെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. ഇതിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് ജനഗണമന ആരംഭിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് കീഴ്വഴക്കം. അതിന് പകരം തമിഴ് താഴ് വഴക്കത്തോടു കൂടിയാണ് ഇന്ന് നിയമസഭ ആരംഭിച്ചത്. ഇതിൽ ശക്തമായ എതിർപ്പ് അറിയിപ്പിച്ചുകൊണ്ടും പ്രകോപിതനുമായിട്ടാണ് തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഒരു വർഷത്തിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ആദ്യം അത് തുടങ്ങേണ്ടത് സർക്കാരിന്റെ നയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് തുടങ്ങേണ്ടത്. എന്നാൽ ആ നയപ്രഖ്യാപന പ്രസംഗം ദേശീയ ഗാനത്തെ അപമാനിച്ചതിൽ പ്രകോപിതനായിക്കൊണ്ടും അതിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് ഗവർണർ ഇറങ്ങിപ്പോയത്. ഇതിനോടകം തന്നെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ദേശീയ നയങ്ങളെയും ദേശീയ ചിഹ്നങ്ങളെയും എന്തിന് രൂപയുടെ ചിഹ്നത്തെ പോലും അപമാനിക്കുന്ന നടപടികൾ തമിഴ്നാട്ടിൽ DMK സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അനാവശ്യമായിട്ടുള്ള തമിഴ് വാദം മുൻപോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് DMK ശ്രമിക്കുന്നത് എന്ന രാഷ്ട്രീയ ആരോപണം ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ദേശീയ ഗാനം ആലപിക്കാതെ മറ്റൊരു ഗാനം, തമിഴുമായി ബന്ധപ്പെട്ട ഗാനം നിയമസഭയിൽ അവതരിപ്പിക്കുകയും അതിൽ പ്രകോപിതനായിക്കൊണ്ട് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. കൃഷ്ണരാജ്. ദേശീയഗാനത്തെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി നയപ്രഖ്യാപന പ്രസംഗം നടത്തിയില്ല. സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.